ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞ സിനിമ പോലും അത് ഗന്ധർവനെക്കുറിച്ച് സിനിമ എടുക്കരുത്, എഴുതരുതെന്ന് പത്മനാഭൻ്റെ അമ്മ പത്മനാഭനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. എന്നിട്ട് അത് ഒരു നിഷേധാത്മകമായിട്ടല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് വളരെ മനസ്സിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയത് കാരണം അമ്മ പറഞ്ഞത് അമ്മയോട് അതിനുള്ള പോംവഴികളെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം ആ കഥ പുള്ളി സിനിമയാക്കുകയും ആ സിനിമയോട് അറം പറ്റിയ പോലെ തന്നെ ആ സിനിമ ഏതാണ്ട് 25 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. പിന്നെ പത്മരാജൻ്റെ സിനിമയിൽ കൂടിയാണ് അശോകൻ വന്നതെന്ന് പറഞ്ഞല്ലോ. പത്മരാജൻ്റെ സിനിമയിൽ കൂടെ വന്നതെന്ന് പറഞ്ഞാൽ അശോകനെയും കൊണ്ട് ആദ്യമായിട്ട് ഇൻ്റർവ്യൂവിന് കൊണ്ടുപോകുന്നത് എൻ്റെ ചേട്ടനും ഞങ്ങളുടെ ഒരു അടുത്ത സുഹൃത്തായ ചന്ദ്രൻ എന്ന് പറഞ്ഞ ആളും കൂടാണ് അശോകനെയും കൊണ്ട് സിനിമയുടെ ഇൻ്റർവ്യൂവിന് തിരുവനന്തപുരത്ത് പോകുന്നത്. ഇതിൽ പിന്നെ അന്ന് തന്നെ പ്രശസ്തനായി നിൽക്കുന്ന ഒരു യുവതാരവും അന്ന് പത്മരാജൻ്റെ അടുത്ത് ഈ കഥാപാത്രത്തെ അഭിനയിക്കണം, അതിനകത്തിൽ അയാളെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നെ ചെല്ലുകയൊക്കെ. പക്ഷേ അദ്ദേഹത്തിന് കുറച്ച് സൗന്ദര്യം കൂടിപ്പോയത് കാരണം ആ കഥാപാത്രത്തിന് യോജിച്ച മുഖമല്ലാത്ത കാരണം അദ്ദേഹത്തിന് എടുത്തില്ല. എല്ലാം കൊണ്ടും നിയോഗം അശോകനായിരുന്നു. 93-ലാണെന്നാണ് എൻ്റെ ഓർമ്മ കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞ സിനിമ ഞാൻ എഴുതുന്നത്. അത് ചെല്ലപ്പൻ എന്ന് പറഞ്ഞ പഴയൊരു സംവിധാനമുണ്ട്. അദ്ദേഹം ഈ കള്ളൻകപ്പൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി പ്രശാന്ത് എന്ന് പറഞ്ഞ പേരിലാണ് ആ സിനിമ ഇറങ്ങിയത്. അതിലും അത് കല്ലു ഡെന്നിസാണ് അതിൻ്റെ തിരക്കഥ എഴുതുക. തിരക്കഥ സംഭാഷണം ഞാനും കല്ലു ഡെന്നിസും കൂടെ ചേർന്നാണ് അത് എഴുതുന്നത്. അതിനകത്തിൽ അശോകൻ, ജഗദീഷ്, മണിയമ്പിള്ള രാജു, സിദ്ദിഖ്, പപ്പു, മാള, അങ്ങനെ ഒരു ഫുൾ ടൈം ഹ്യൂമർ മൂവിയായിരുന്നത്. ആ പടം കംപ്ലീറ്റ് ഷൂട്ട് ചെയ്ത് ആലുവ വെച്ചായിരുന്നു. ആ പടം വളരെ ചെറിയ കോസ്റ്റിൽ പടം തീർന്നു എന്നാണ് എൻ്റെ അറിവ്. ആ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ഒരു തോമസ് കൊരട്ടി എന്ന് പറഞ്ഞ ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മൂവിയായിരുന്നത്. അദ്ദേഹം ഒരു ഹോൾസെയിൽ ഡീലറായിരുന്നു, ആലുവ മാർക്കറ്റിലെ ഒരു ഹോൾസെയിൽ ഡീലറായിരുന്നു. അങ്ങനെ സിനിമയിലേക്ക് വരികയും അന്നത്തെ കാലത്ത് 32 ലക്ഷം രൂപയ്ക്ക് അവിടെ പടം തീർന്നു. ആ പടത്തിന് അയാൾക്ക് അന്ന് ഏതാണ്ട് 30 വർഷത്തിന് മുമ്പ് പുള്ളിക്ക് 14 ലക്ഷം രൂപ ആ പടത്തിന് ലാഭം കിട്ടി. പിന്നീട് പുള്ളി ഒരു സിനിമ മറ്റും എടുത്തു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. പിന്നെ ഞാൻ അവരെ കണ്ടിട്ട് കുറേ കാലമായി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സിനിമ ബന്ധം. ഇപ്പം ഞാൻ അതിനുശേഷം ഒരു ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ് ഞാനൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഡയറക്ടറും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ആയിക്കഴിഞ്ഞു. അതിൻ്റെ കഥ എഴുതി കഴിഞ്ഞു. തിരക്കഥയിലേക്ക് ഉടൻ തന്നെ തിരക്കഥ എഴുതി തുടങ്ങാൻ പോകുന്നു. അത് ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞ ആളിനെ വെച്ചിട്ടാണ് പടം ചെയ്യുന്നത്. അതിൻ്റെ ഒരു ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നു. ഷറഫുദ്ദീൻ്റെ ഡേറ്റെല്ലാം ഓക്കെ ആയി. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇനിയും അടുത്ത സ്റ്റെപ്പ് നമ്മൾ അടുത്തതായിട്ട് അത് ഈ വർഷം അവസാനം അടുത്ത വർഷം ആദ്യമൊക്കെ ആയിട്ടേ പടം നടക്കുകയുള്ളൂ. ഇതാണ് എൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ ഒരു എപ്പിസോഡാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ സിനിമയായിട്ട് ബന്ധമെന്ന് പറഞ്ഞാൽ എനിക്ക് അശോകൻ സിനിമയിൽ വന്നിട്ടിപ്പോൾ 45 വർഷം കഴിഞ്ഞു. 1979-ലാണ് അശോകൻ ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത്. 15 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ആൾ സിനിമയിൽ വരുന്നത്. അന്ന് അവൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുക. ആ സമയത്ത് ഞാൻ അലഹബാദിൽ അഗ്രികൾച്ചർ BSc അലഹബാദിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെന്ന്. അങ്ങനെ അശോകൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. അശോകൻ അറിയാതെ തന്നെ അശോകൻ്റെ ഫോട്ടോയും വെച്ചിട്ടൊരു ആപ്ലിക്കേഷൻ എൻ്റെ നേരെ മൂത്ത ഏട്ടനായ പ്രസന്നകുമാർ അയച്ചു കൊടുക്കുകയും അതിന് റിപ്ലൈ വന്നു. അതിന് ഇൻ്റർവ്യൂവിന് അശോകനെ വിളിക്കുകയും അങ്ങനെ 400 പേര് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത 400 പേരിൽ അശോകനെയാണ് പടത്തിൽ സെലക്ട് ചെയ്തത്. അങ്ങനെയാണ് അശോകൻ ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത്. അശോകൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്കിവിടെ അരിപ്പാടെന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു റിയസ്റ്റ് ടൗൺ ഉണ്ട്. അവിടെ ഉപാസന ആർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഞാനിന്ന് കോളേജ് പഠിക്കുന്ന സമയമാണ്. ഉപാസന ആർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് നല്ല നല്ല സിനിമകൾ വന്ന് പ്രദർശിപ്പിക്കുന്ന ഒരു ക്ലബ്ബ് ഞങ്ങൾ ഫോം ചെയ്തു. അതിൽ ശ്രീകുമാർ, എൻ്റെ ചേട്ടന്മാർ 2 പേര്, പിന്നെ ഞാൻ, പിന്നെ ഇപ്പോഴത്തെ പ്രശസ്ത സംവിധായകൻ ആയ K. മധു, അങ്ങനെ കുറച്ച് പേരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ. അതിൻ്റെ ഉദ്ഘാടനത്തിന് MG സോമൻ
ആണ് വന്നത്. അതായത് 1978 എൻ്റെ ഓർമ്മ. 77 ലാസ്റ്റ് 78. ആ സമയത്ത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അന്ന് തീരങ്ങൾ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് തിരുവല്ല നടക്കുക. ആ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് നിന്നാണ് സോമൻ വരുന്നത്. അപ്പോൾ സോമനെ അക്കമ്പനി ചെയ്ത് അന്ന് ജഗദീഷ് ശ്രീകുമാർ ഒരു പടമോ 2 പടമോ മറ്റോ അഭിനയിച്ചുള്ളൂ. ജഗദീഷ് ശ്രീകുമാർ കൂടെ ഭാര്യ, ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഭാര്യ മല്ലിക, പിന്നെ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് രവി ആലമ്മൂട് എന്നൊരു നാടൻ. ഇവരെല്ലാം കൂടെ അന്ന് രാത്രിയിൽ എൻ്റെ നാട്ടിലെ വീട്ടിലായിരുന്നു. ഞാനിപ്പോൾ ഇരിക്കുന്നത് തറവാട്. ഞാൻ എറണാകുളത്താണ് സ്ഥിരതാമസമെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വീട് കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ വെച്ചിട്ടായിരുന്നു ഡിന്നറും കാര്യങ്ങളും. അങ്ങനെ ഡിന്നർ കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് പോകുന്നതിന് മുമ്പായിട്ട് അമ്മയും ജഗദീഷ് കുമാറിൻ്റെ ഭാര്യ മല്ലികയായിട്ട് വളരെ മാനസികമായിട്ട് വളരെ അടുക്കുകയും അങ്ങനെ ജഗദീഷ് കുമാരും മല്ലികയും കൂടെ ഏതാണ്ട് 6 മാസത്തോളം എൻ്റെ വീട്ടിലായിരുന്നു താമസം. അങ്ങനെ നമ്മളൊരു അശോകൻ സിനിമാക്കാരനാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സിനിമയായിട്ടൊരു ബന്ധമുണ്ട്. തീരങ്ങൾ പറയുന്ന സിനിമ ഇടയ്ക്കൊരു സാമ്പത്തിക പ്രശ്നം ഉണ്ടായിട്ട് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി എൻ്റെ മൂത്ത 2 ബ്രദേഴ്സാണ് അതിനകത്തിൽ അവർ സാമ്പത്തികമായിട്ട് കുറേ ഹെൽപ്പൊക്കെ ചെയ്യുകയൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് നമ്മുടെ സിനിമയുടെ ഒരു തുടക്കം. പിന്നെ എൻ്റെ ഫാദർ CBIയിലെ ഒരു ജുഡീഷ്യൽ ഓഫീസറായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. പിന്നെ അമ്മ മരിച്ചിട്ട് ഇപ്പോൾ 14 വർഷമായി. അതൊക്കെയാണ് പൊതുവെയുള്ള ചരിത്രം. പിന്നെ എൻ്റെ നേരെ മൂത്ത സഹോദരൻ ദുബൈയിലാണ്. അതിൻ്റെ ഏറ്റവും മൂത്ത സഹോദരൻ മരിച്ചുപോയി. പിന്നെ ഏറ്റവും ഇളയാളാണ് അശോകൻ. ഇപ്പോൾ സിനിമയിൽ സജീവമായിട്ട് നിൽക്കുന്നു. എനിക്ക് ബിസിനസ്സുണ്ട്. അതുകൂടാതെ സിനിമ ഈ കഥയെഴുത്തും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നു. പിന്നെ 3ാമത്തെ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചലച്ചിത്രകാരൻ പത്മരാജൻ, അദ്ദേഹം എൻ്റെ നാട്ടിലെ വീട്, അതായത് ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ വീടെന്ന് പറഞ്ഞ നാട്ടിലെ എൻ്റെ വീടാണ്. ഇതിൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണ് പത്മരാജൻ ചേട്ടൻ്റെ തറവാടും വീടും. പക്ഷെ അദ്ദേഹം വർഷങ്ങളായിട്ട് തിരുവനന്തപുരം സെറ്റിൽഡാണെങ്കിലും എല്ലാ മാസവും അദ്ദേഹത്തിൻ്റെ അമ്മയെ കാണാൻ വരികയും ഒരാഴ്ച ഇവിടെ വന്നിട്ടും എല്ലാ മാസവും 3-4 ദിവസം പത്മരാജൻ ചേട്ടൻ സ്വന്തം തറവാട്ടിൽ വന്ന് താമസിക്കുകയും അമ്മയായിട്ട് ഉള്ള അത്ര ആത്മബന്ധം ഉള്ള ഒരാളായിരുന്നു. അമ്മ എന്ന് പറയുന്നത് നന്നായിട്ട് കഥ നറേറ്റ് ചെയ്യും. പല കഥകളുടെയും പത്മരാജൻ്റെ പ്രശസ്തമായ പല നോവലുകളുടെയും കഥകളുടെയും എല്ലാം പിന്നിൽ പത്മരാജൻ്റെ അമ്മ എന്ന് പറഞ്ഞ ആ ഒരു കഴിവുള്ള സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പലർക്കും അറിയാവുമെന്ന് എനിക്കറിയില്ല. ആ അമ്മ ഒരുപാട് പത്മരാജനിൽ ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുണ്ട്. അവസാനം അദ്ദേഹം എഴുതിയ ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞ സിനിമ പോലും അത് ഗന്ധർവനെ കുറിച്ച് സിനിമ എടുക്കരുത്, എഴുതരുതെന്ന് പത്മരാജൻ്റെ അമ്മ പത്മരാജനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. എന്നിട്ട് അത് ഒരു നിഷേധാത്മകമായിട്ടല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് വളരെ മനസ്സിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയത് കാരണം അമ്മ പറഞ്ഞത് അമ്മയോട് അതിനുള്ള പോംവഴികളെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം ആ കഥ പുള്ളി സിനിമയാക്കുകയും ആ സിനിമയോട് അറം പറ്റിയ പോലെ തന്നെ ആ സിനിമ ഏതാണ്ട് 25 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. പിന്നെ പത്മരാജൻ്റെ സിനിമയിൽ കൂടിയാണ് അശോകൻ വന്നതെന്ന് പറഞ്ഞല്ലോ. പത്മരാജൻ്റെ സിനിമയിൽ കൂടെ വന്നതെന്ന് പറഞ്ഞാൽ അശോകനെയും കൊണ്ട് ആദ്യമായിട്ട് ഇൻ്റർവ്യൂവിന് കൊണ്ടുപോകുന്നത് എൻ്റെ ചേട്ടനും ഞങ്ങളുടെ ഒരു അടുത്ത സുഹൃത്തായ ചന്ദ്രൻ എന്ന് പറഞ്ഞ ആളും കൂടാണ് അശോകനെയും കൊണ്ട് സിനിമയുടെ ഇൻ്റർവ്യൂവിന് തിരുവനന്തപുരത്ത് പോകുന്നത്. ഞങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിൽ കൂടെ ഉള്ള രാവിലത്തെ 7 മണിക്കുള്ള ഫാസ്റ്റിൽ കയറി അവർ തിരുവനന്തപുരത്തിൽ നിന്ന് 10 മണിക്ക് ചെല്ലുന്നു. 10 മണിക്ക് ചെന്ന് നികുഞ്ചം എന്ന് പറഞ്ഞ ഹോട്ടലിൽ വെച്ചായിരുന്നു ഇൻ്റർവ്യൂ. ആ ഹോട്ടലിൽ ഇൻ്റർവ്യൂ ചെല്ലുമ്പോൾ ഏതാണ്ട് 400 ചെറുപ്പക്കാർ, പിള്ളേർ 14, 15, 16, 15നും 16നും ഇടയ്ക്കുള്ള യുവാക്കളെയാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആ പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിക്കാനായിട്ട് പത്മരാജൻ പത്രത്തിൽ പരസ്യം കൊടുത്തിരുന്നത്. അന്ന് ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഈ 400 പേരിൽ ഒരു 390 പേരെ ഇൻ്റർവ്യൂ ചെയ്ത് ലാസ്റ്റ് 3 പേരിൽ ലാസ്റ്റ് 3 പേരുള്ള ഒരാളാണ് അശോകനെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ബോർഡിൽ അന്നുണ്ടായിരുന്ന പത്മരാജൻ ചേട്ടനെ കൂടാതെ അതിൻ്റെ പ്രൊഡ്യൂസറായ പ്രേംപ്രകാശ് കറിയാച്ച ചേട്ടൻ, പിന്നെ പ്രശസ്തനായിരുന്നു മരിച്ചുപോയ നടൻ കൃഷ്ണൻകുട്ടി നായർ, ഇവരെല്ലാം ആ ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് വന്ന 3 പേരിൽ 3 പേരെ അന്ന് സെലക്ട് ചെയ്തു. എന്നിട്ട് 3 പേർക്ക് ഒരു ഫൈനൽ ഇൻ്റർവ്യൂ വെച്ചിട്ട് അതിൽ നിന്നാണ് അശോകനെ ഫൈനലായിട്ട് സെലക്ട് ചെയ്യുന്നത്. ആ 400 പേരിൽ
പിന്നെ അന്ന് തന്നെ പ്രശസ്തനായി നിൽക്കുന്ന ഒരു യുവതാരവും അന്ന് പത്മരാജൻ്റെ അടുത്ത് ഈ കഥാപാത്രത്തെ അഭിനയിക്കണം, അതിനകത്തിൽ അയാളെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നെ ചെല്ലുകയൊക്കെ. പക്ഷേ അദ്ദേഹത്തിന് കുറച്ച് സൗന്ദര്യം കൂടിപ്പോയത് കാരണം ആ കഥാപാത്രത്തിന് യോജിച്ച മുഖമല്ലാത്ത കാരണം അദ്ദേഹത്തിന് എടുത്തില്ല. എല്ലാം കൊണ്ടും നിയോഗം അശോകനായിരുന്നു. അന്നത്തെ അശോകൻ്റെ രൂപവും കണ്ണുകളും എല്ലാം വെച്ചിട്ട് ആ കഥാപാത്രത്തിന് പത്മരാജൻ ഉദ്ദേശിച്ച കഥാപാത്രം അതേ രീതിയിൽ ചെയ്യാൻ പറ്റിയ ഒരാളായിട്ട് അശോകനെ കാണുകയും അങ്ങനെ ആണ് അശോകൻ സിനിമയിൽ വരുന്നത്. പിന്നെ അത് കൂടാതെ പത്മരാജൻ എൻ്റെ അമ്മയുടെ ഒരു ബന്ധു കല്യാണം കഴിച്ചത് പത്മരാജൻ്റെ ഏറ്റവും മൂത്ത ചേച്ചിയാണ്, പത്മിനി എന്ന് പറയും. ആ പത്മിനി അമ്മായിയാണ് പത്മരാജൻ ചേട്ടൻ്റെ പെങ്ങള്. കല്യാണം കഴിച്ച് എൻ്റെ അമ്മയുടെ ഒരു കസിനായിട്ട് വരും. പക്ഷെ ആ ബന്ധങ്ങളൊന്നും ഈ അശോകൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ആ ബന്ധങ്ങളൊന്നും പത്മരാജൻ അറിയില്ലായിരുന്നു. അശോകനും അതിനെപ്പറ്റി വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ സിനിമയിൽ അശോകനെ എടുത്തതിന് ശേഷമാണ് ഈ ബന്ധങ്ങളൊക്കെ പത്മനാഭൻ അറിയുന്നതും നമ്മളറിയുന്നതും എല്ലാം അതിന് ശേഷമാണ്. പിന്നെ അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ സംവിധായകൻ ഇന്നിപ്പോൾ ലോകത്ത് അറിയപ്പെടുന്ന ഒരു സംവിധായകനായിട്ട് മാറി. അടൂർ ഗോപാലകൃഷ്ണൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഒരേ ഒരു സഹോദരിയുടെ ഇളയ മകനാണ്. അങ്ങനെ സിനിമയായിട്ട് നമുക്ക് അശോകൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സിനിമയായിട്ട് ബന്ധങ്ങളുണ്ട്. അപ്പം അതിന്നും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതൊന്നും അനുസരിതമായിട്ട് നടന്നു പോകുന്നു.